എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. ചങ്ങനാശ്ശേരി പോപ്പ് സുകുമാര തിരുവടികൾക്കെതിരെ കെ ബി ഗണേഷ് കുമാർ ഉന്നയിച്ച ചില ആക്ഷേപങ്ങൾക്ക് എന്തേ ആരും മറുപടി പറയാത്തത്? തിരുവടികളും പിണിയാളുകളും ഉറങ്ങുവാണോ, അതോ ഉറക്കം നടിക്കുവാണോ? അപ്പോൾ മൗനം സമ്മതമാ അല്ലേ? പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കണം. അങ്ങനെ കേസ് കൊടുക്കണം പിള്ളേച്ച. എന്തേ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല? അതൊന്നും ചെയ്യാതെ താലൂക്ക് യൂണിയനുകൾ തോറും ഗണേഷ് കുമാറിനെതിരെ പ്രമേയം പാസാക്കി പാവപ്പെട്ട കരയോഗ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നായരെ പുണ്യവാളനാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ചോദ്യങ്ങളും ആരോപണങ്ങളും കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന്. ജനറൽ സെക്രട്ടറി നായരും ഭാര്യയും പെരുന്ന NSS എഡ്യൂക്കേഷണൽ സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവിടെ ജീവനക്കാരായിരിക്കുന്ന സമയത്ത് 1980-കളിൽ അവിടെ 43 ലക്ഷം രൂപയുടെ സാമ്പത്തിക തിരിമറി നടന്നതായി ഓഡിറ്റിൽ കണ്ടെത്തി. 84-ന് ശേഷം ആ സൊസൈറ്റിയിൽ ഓഡിറ്റ് നടത്താഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഓരോ നായന്മാരും ചോദിക്കേണ്ട ചോദ്യമാണ്. ഗണേഷ് കുമാർ മാത്രമല്ല അത് ചോദിക്കേണ്ടത്. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്ന ഈ സൊസൈറ്റിയിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിൽ NSS ഡയറക്ടർ ബോർഡ് ഒരു നടപടിയും എടുക്കാഞ്ഞത് എന്തുകൊണ്ടെന്നും ചോദിക്കണം, ചോദിച്ചു മനസ്സിലാക്കണം. പെൻഷൻ പറ്റിയ ഈ സൊസൈറ്റിയിലെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് പെൻഷൻ കിട്ടാൻ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയത് ആരെന്ന് നിങ്ങൾക്കറിയണ്ടേ? അത് ഗണേഷ് കുമാറിന് മാത്രം അറിഞ്ഞാൽ മതിയോ? 1991-ൽ ലെക്ചർ നിയമനത്തിന് UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയില്ലാത്ത സ്വന്തം മകളെ നെന്മാറ കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചററായി നിയമിച്ചപ്പോൾ മതിയായ യോഗ്യതയില്ലാത്ത കാരണത്താൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ നിയമനത്തിന് അംഗീകാരം നിരസിച്ചോ പിള്ളേച്ച? അതിനെതിരെ മകളെ കൊണ്ട് NSSനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിക്കുകയും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി 1986 മുതൽ കേരളത്തിലെ കോളേജുകളിലെ നിയമനങ്ങൾക്ക് UGC നിഷ്കർഷിക്കുന്ന യോഗ്യത നിർബന്ധമാക്കിയ സർക്കാർ ഉത്തരവ് മറച്ചുപിടിച്ചും UGCയെ കേസിൽ കക്ഷി ചേർക്കാതെയും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അനുകൂല വിധി നേടുകയും ചെയ്തുവെന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത്. ഇതൊക്കെ ശരിയാണോ? ആണെങ്കിൽ അത് വലിയ അഴിമതിയല്ലേ? 2017-ൽ വീണ്ടും UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയില്ലാത്ത മകളെ MG യൂണിവേഴ്സിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തി പ്രിൻസിപ്പലാക്കിയോ? ശിവ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? ജനറൽ സെക്രട്ടറിയുടെ ബന്ധു NDPയുടെ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് പെരുന്ന കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ചികിത്സ തേടുന്ന ആരോഗ്യരംഗം എന്ന പേരിലുള്ള ലേഖന പരമ്പരയുടെ പേരിൽ NDP മന്ത്രിക്ക് അന്ന് രാജിവെക്കേണ്ടി വന്നു. ആ വൈരാഗ്യത്തിൽ മാതൃഭൂമി പത്രത്തെ തകർക്കാൻ NSSന്റെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് എക്സ്പ്രസ് പത്രത്തിൽ 24 ലക്ഷം രൂപ നിക്ഷേപം നടത്തിയത് 1 രൂപ പോലും NSSന് തിരിച്ചു കിട്ടിയില്ലെന്ന് പറയുന്നത് ശരിയാണോ നായരെ? NSSന് കന്യാകുമാരിയുടെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന മോഹവില കിട്ടുന്ന 27 സെന്റ് സ്ഥലം സെന്റിന് വെറും 8 ലക്ഷം രൂപ വില വെച്ച് വിറ്റു. പെരുന്നയിൽ ഒരു ഓട്ടോറിക്ഷ പോകാൻ പോലും വഴിയില്ലാതിരുന്ന സ്ഥലം സെന്റിന് ഏകദേശം 18 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. നാഗർകോവിൽ ശ്രീ അയ്യപ്പ കോളേജ് ഫോർ വിമൻസ് മാനേജ്മെന്റിൽ നിന്ന് NSS നേതൃത്വം പെട്ടെന്ന് എങ്ങനെ പുറത്തായി നായരെ? അയ്യപ്പ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയിൽ NSSനുണ്ടായിരുന്ന ഷെയറുകൾക്ക് എന്ത് സംഭവിച്ചു? ആ കോളേജിന്റെ നിലവിലെ സ്ഥിതി എന്താണ്? എന്തുകൊണ്ട് അയ്യപ്പ കോളേജ് സംബന്ധിച്ച വിവരങ്ങൾ സമുദായത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്നു? പിള്ളേച്ച, പെടുമോ ഉത്തരം പറയാൻ? ഗണേഷ് കുമാർ രണ്ടും കൽപ്പിച്ച ചേർത്തല NSS കോളേജ് കോമ്പൗണ്ടിലെ സിലിക്ക മണൽ, അതിന്റെ ഖനനത്തിന് ഒരു സ്വകാര്യ വ്യക്തിക്ക് മണ്ണിന്റെ അളവോ വിലയോ രേഖപ്പെടുത്താതെ NSS കൗൺസിൽ പോലും അറിയാതെ 10 വർഷം മണൽ ഖനനം ചെയ്യാൻ ഒരു സമ്മതപത്രം NSS ജനറൽ സെക്രട്ടറി ഒപ്പിട്ട് നൽകി എന്നത് ശരിയാണോ പിള്ളേച്ച? ഈ സമ്മതപത്രത്തിന്റെ ബലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സിലിക്ക മണൽ അവിടെ നിന്ന് കടത്തി കോളേജ് കോമ്പൗണ്ട് വെള്ളക്കെട്ടാക്കി എന്നൊക്കെയാ പറയുന്നത്. എത്ര മണൽ വിറ്റെന്നോ എന്ത് വിലയ്ക്ക് വിറ്റെന്നോ സമുദായം അറിയരുത്, അല്ലേ പിള്ളേച്ച? NSS അക്കൗണ്ടുള്ള ധനലക്ഷ്മി ബാങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ സ്വാധീനത്താൽ മരുമകൻ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി ജോലി സമ്പാദിച്ചോ? അയ്യേ, നാണക്കേടല്ലേ പിള്ളേച്ച അത്? NSSന് ധനലക്ഷ്മി ബാങ്കിൽ ഉണ്ടായിരുന്ന മുഴുവൻ അക്കൗണ്ടുകളും പിൻവലിച്ച് ഫെഡറൽ ബാങ്കിലേക്ക് മാറ്റിയത് എന്തിനാ പിള്ളേച്ച അത്?
NSS ഹോമിയോ കോളേജിന്റെ അംഗീകാരം അത് നഷ്ടപ്പെടാൻ കാരണം എന്താ പിള്ളേച്ച? കേരളത്തിലെ ബഹുഭൂരിപക്ഷം കരയോഗങ്ങളിലെ ഒരാൾക്ക് പോലും NSSൽ ജോലി കിട്ടാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ ജനറൽ സെക്രട്ടറിയുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും മാത്രം NSSൽ ജോലി നൽകുന്നത് സ്വജനപക്ഷപാതമല്ലേ? ഇതിനൊക്കെ പിള്ളേച്ചന്റെ മറുപടി കാത്തിരിക്കുകയാണ് നായർ സമൂഹം. ഒന്നുകിൽ മറുപടി പറയണം, ഇല്ലെങ്കിൽ കേസ് കൊടുക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഗണേഷ് കുമാർ പറഞ്ഞതെല്ലാം സത്യമാണെന്നും ജനം വിശ്വസിക്കും പിള്ളേച്ച. ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിലേ ജനം ചെളിവാരി എറിയും.